മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം എന്ന് വിളിക്കപ്പെടുന്ന ഈ മ്യൂസിയം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ കൽപ്പനാശക്തിയും ഒത്തുചേരുന്ന ഭാവി കവാടമാണ്. ദിസ് ഈസ് എ യുണീക്ക് ബിൽഡിംഗ് ബിക്കോസ് ഇത് കണ്ടാൽ ഒരു കണ്ണു പോലെ തോന്നിക്കുന്നില്ലേ? ഒരു മനുഷ്യൻ തൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കും പോലെ. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹോളോ ടോറസ് അഥവാ ഓവൽ റിംഗ് പോലെയാണ്. ഈ ബിൽഡിങ്ങിന് 7 നിലകൾ ഉണ്ടെങ്കിലും ഒരു കോർണറോ ഒരു കോളമോ ഒന്നും തന്നെ ഇതിലില്ല. 1024 പാനലുകൾ കൊണ്ടാണ് ഇതിൻ്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 1024 ബൈറ്റ്സിനെ ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പുറംഭാഗം മുഴുവൻ അറബിക് കാലിഗ്രാഫിയിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇവ ദുബായിയുടെ ഭരണാധികാരിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിൻ്റെ ഭാവിയെക്കുറിച്ചിട്ടുള്ള പ്രചോദനാത്മകമായ വരികളാണ്. ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ 5ാം നിലയിൽ നിന്നാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഫുൾ ഉൾവശം കാണണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഫ്ലോറിൽ നിന്നാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് OSS ഹോപ്പ്. അതൊരു സ്പേസ് സ്റ്റേഷനാണ്. 2071 സ്പേസ് ലൈഫിലേക്കുള്ള ഒരു യാത്രയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി സംരക്ഷണവും. അടുത്തത് അൽവാഹ, മനസ്സിനും ശരീരത്തിനും നവീനമായ ആരോഗ്യമാർഗങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് ടുമോറോ ടുഡേ, നാളെ മാറ്റിമറിക്കാനിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും. ലാസ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ ഹീറോസ്, കുട്ടികളുടെ കൽപ്പനാശക്തിയും പഠനലോകവും. ഈ മ്യൂസിയം വെറും ഒരു മ്യൂസിയം മാത്രമല്ല, ലോകത്തിൻ്റെ ഗവേഷണ ആവിഷ്കാര കേന്ദ്രം കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ബഹിരാകാശ യാത്രകൾ, പരിസ്ഥിതി സംരക്ഷണം എല്ലാം ഒരുമിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വന്നാൽ താഴെയുള്ള നിലയിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്റ്റെപ്പ് വഴി മുകളിൽ കയറി നിൽക്കുവാണെങ്കിലും അതും ഫ്രീ എൻട്രി ആണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ എല്ലാ നിലകളിലും പോകണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വഴി കയറാൻ പറ്റും, പക്ഷേ അതിന് എൻട്രി ഫീ കൊടുക്കേണ്ടി വരും. 2022 തുറന്ന ഈ ബിൽഡിങ് പണിയാനായി എടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് 500 മില്യൺ ദിർഹംസ് ആണ്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞാൽ 1200 കോടി രൂപയ്ക്ക് മുകളിലായിട്ട് വരും. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. അതായത് ഭാവി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്നല്ല, ഭാവി നമ്മൾ സൃഷ്ടിക്കേണ്ട ഒന്നാണെന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയുള്ളൂ. ഇനിയൊരു ദിവസം ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോയെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.